89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM-ൽ റേഡിയോ ഗാരേജിന്റെ സമയോടെ തുടങ്ങുവാണ്. അപ്പോൾ 2 പേരാണ് ഗാരേജിന്റെ അകത്തേക്ക് ഗാരേജ് തുറക്കാൻ വേണ്ടി ചെല്ലാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ആരാണ് ഈ 2 പേർ എന്നുള്ളതാണ് ചർച്ച. ഒരാളുടെ പേര് കെവിൻ എന്നാണ്, ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഗാരേജിന്റെ നടത്തിപ്പുകാരനായി നമ്മളുടെ കൂടെ തന്നെയുള്ള ആളാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്, കെവിനോട് ചോദ്യം ചോദിക്കുന്ന ആളാണ്, അത് ഞാനാണ്, ചേട്ടൻ. ഓക്കെ. നമ്മളെ കെവിൻ കഴിഞ്ഞ ആഴ്ചത്തെ ഗാരേജിന്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കാം. ഗാരേജ് നമ്മൾ തുറന്നപ്പോൾ ലോകയെ പറ്റി പറഞ്ഞാണ് തുടങ്ങിയത്. അതെ, ലോക സിനിമയായിട്ട് ബന്ധമുള്ള ഒരാളുമായിട്ട് ബന്ധമുള്ള ഒരു വാഹനം, അങ്ങനെയാണ് പോയത്. അങ്ങനെ നമ്മൾ ദുൽഖറിലെത്തി. എന്നിട്ട് ദുൽഖറിന്റെ അൾട്രാ വയലറ്റിനെ പറ്റി പറഞ്ഞാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. ഒപ്പം ഗാരേജിന്റെ അകത്ത് 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് നമ്മൾ താറിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെ ഗാരേജ് മുന്നോട്ട് പോയി. അവസാനം നമ്മൾ ഈ 2 വണ്ടികളും പ്രദർശിപ്പിച്ചതിന് ശേഷം ഗാരേജ് പൂട്ടി. വീണ്ടും നമ്മൾ കീ ആയിട്ട് വന്നേക്കണം. നമ്മുടെ കയ്യിൽ താക്കോലുണ്ട്. അതെ, കെവിന്റെ കയ്യിൽ താക്കോലുണ്ട്. ഞാൻ കെവിന്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയപ്പോൾ, അതായത് ആദ്യ എപ്പിസോഡിൽ നമ്മൾ ഒരു വണ്ടിയായിട്ട് വന്നു. അതായത് കെവിൻ ഒരു വണ്ടിയായിട്ട് വന്നു, വിക്ടോറിയസ് ആയിട്ട് വന്നു. 2ാം എപ്പിസോഡിൽ കെവിൻ 2 വണ്ടി കൊണ്ടാണ് വന്നത്. ഇത് നമ്മുടെ 3ാം ദിവസമാണ്, 3ാം എപ്പിസോഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ആകാംക്ഷ പോലെ എനിക്കും ആകാംക്ഷയുണ്ട്. ഇന്ന് എത്ര വണ്ടിയുണ്ട് ഗാരേജിന്റെ അകത്ത്? ഇന്ന് 3ാമത്തെ എപ്പിസോഡല്ലേ? 3 വണ്ടിയാരോ? 3ാമത്തെ എപ്പിസോഡിൽ 3 വണ്ടി. അപ്പോൾ ഓരോ എപ്പിസോഡ് കഴിയുന്നവർ വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിറയണം നമ്മുടെ ഗാരേജ്, സർഗക്ഷേത്രയുടെ ഗാരേജ് നിറയുന്ന ഒരു നല്ല നാളെയാണ് ഞങ്ങളുടെ സ്വപ്നം. ഓക്കെ. അപ്പോൾ 4ാമത്തെ എപ്പിസോഡിന് മുന്നോടിയായിട്ടുള്ള 3ാമത്തെ എപ്പിസോഡ്, ഞാൻ 3ാമത്തെ എപ്പിസോഡ് എന്ന് പറയാൻ പോയതാണ്, പെട്ടെന്ന് സ്ലിപ്പായി 4ലേക്ക് പോയതുകൊണ്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. ഓക്കെ, 3ാമത്തെ എപ്പിസോഡാണ്. 3ാമത്തെ എപ്പിസോഡിൽ 3 വണ്ടികൾ ഗാരേജിന്റെ അകത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ വാഹനത്തെ പറ്റി നമുക്കൊന്ന് പറയുന്നതിന് മുൻപ്, കഴിഞ്ഞ തവണ നമ്മൾ ദുൽഖറിനെ പറ്റി പറഞ്ഞാണല്ലോ തുടങ്ങിയത്. വീണ്ടും നമുക്ക് ദുൽഖറിലേക്ക് വരാം. വീണ്ടും ഉറപ്പായിട്ടും ദുൽഖർ ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം? അപ്പൊ അടുത്ത എന്തോ ദുൽഖറിനെ പറ്റിയാണല്ലോ. അതായത് ഇപ്പൊ മമ്മൂക്കയ്ക്കും ദുൽഖറിനും ഒക്കെ ഉള്ള അത്രയും വാഹന പ്രേമമൊക്കെ നമുക്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. കാരണം അത്രത്തോളം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അവർ രണ്ടുപേരും. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഒരു വാഹനം സംബന്ധിക്കുന്ന ഒരു ചർച്ചയിൽ ദുൽഖറിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്ത് പോവും. തീർച്ചയായിട്ടും. നമ്മളെ ലക്കി ഭാസ്കർ കണ്ടാണോ? ലക്കി ഭാസ്കർ കണ്ടാണ്. അത്യാവശ്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. നല്ലതുപോലെ മലയാളത്തിൽ ഓടിയ ഒരു സിനിമയാണ്. തെലുങ്കിന്റെ ഭാഗമായിട്ട് വന്നിട്ടാണെങ്കിലും ഇവിടെയും, അതല്ലെങ്കിൽ പാൻ ഇന്ത്യയിൽ ഒരുപാടിടങ്ങളിൽ പല ഭാഷയിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. കൊമേഴ്ഷ്യലി ഹിറ്റായ സിനിമയാണ്. സിനിമയുടെ പല ഭാഗങ്ങളും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ ദുൽഖർ കണക്ഷനിലേക്ക് വരുവാണ് കേട്ടോ. ലക്കി ഭാസ്കറിൽ ദുൽഖർ 1-2 വണ്ടികൾ ഓടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വണ്ടിയുണ്ട്. അതൊരു നിസാന്റെ വണ്ടിയാണ്. ഒരു ചുമല വണ്ടിയാണ്. ആ വണ്ടിയുടെ നമ്പർ മമ്മൂക്ക സ്ഥിരമായി യൂസ് ചെയ്യുന്ന നമ്പർ തന്നെയാണ്. 369 നമ്പറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിസാൻ വണ്ടിയാണ്. 369 എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇനി ലക്കി ഭാസ്കറും ഉടനീളം ഒരുപാട് അന്വേഷിച്ചു പോകേണ്ട നിസാൻ പാട്രോൾ ആണ്. നിസാൻ പാട്രോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ സ്വന്തം വണ്ടിയാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയാണ്, ഇവരുടെ ഗാരേജിലുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങള് വണ്ടിയെ പറ്റി ക്ലൂ പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ തന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വണ്ടിയെ പറ്റി പറയും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പൊ നിസാൻ പാട്രോളിനെ പറ്റിയാണോ പറയാൻ പോകുന്നത് വെച്ചാൽ ഉറപ്പായിട്ടും അല്ല. പക്ഷേ നിസാൻ പാട്രോളിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നിസാൻ പാട്രോള് ഇപ്പോൾ കെവിൻ അറിയാമല്ലോ, നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാവരുടെ ഗാരേജിലും അല്ലെങ്കിൽ റോഡിൽ എവിടെ നോക്കിയാലും ഉറപ്പായിട്ടും ലാൻഡ് ക്രൂസർ ഒത്തിരി എണ്ണം ഉണ്ടാവും. പക്ഷെ അതിനിടയിൽ ഒരു പാട്രോൾ ഒന്ന് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറും. ആരാണ് ഇവൻ? രാജാവാണോ ഇവൻ? അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ ഒരുപാട് വണ്ടികൾ ചീറിപ്പാഞ്ഞ് പല തരത്തിലുള്ള പരിപാടി നടക്കുമ്പോൾ, മരുഭൂമിയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് പാട്രോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2025. ഓക്കെ. അതിന്റെ ഡ്രൈവ് ഡക്കാർ മരുഭൂമിയിലായിരുന്നു. അതായത് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയാണ് പോവും. അതായത് പാട്രോൾ ഇല്ലാത്ത അവിടെ ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങളിൽ അറബിമാരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉണ്ടാകും പാട്രോൾ. അവർ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കഴിയുമ്പോൾ ഇത് കൊടുത്തേക്കാന്ന് വിചാരിക്കുമ്പോൾ അവിടുത്തെ മലയാളികൾ ഉറപ്പായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടാവും. മൊത്തം വാങ്ങിക്കുന്ന മലയാളികൾ ഉണ്ട്. എന്നാലും നമ്മളെല്ലാവരും മലയാളികൾ ഒത്തിരി പാട്രോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ലക്കി ഭാസ്കർ പറഞ്ഞു തുടങ്ങിയതാണ്, ദുൽഖറിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷെ ഇന്നത്തെ വണ്ടി പാട്രോൾ അല്ല. എന്നാലും നമുക്ക് ചിന്തിക്കാൻ, ആലോചിക്കാൻ പാട്ട് ദൂരം വെച്ച് കൊടുത്തിട്ട് ഇന്നത്തെ വണ്ടിയെ പറ്റി വേണമെങ്കിൽ 1-2 സൂചന കൂടി കൊടുക്കാം. അതായത് കെവിൻ നിസാൻ കുടുംബത്തിൽ നിന്ന് തന്നെ ഏറ്റവും ഒടുവിലായിട്ട്, അതായത് ഒരു 2 ദിവസം മുമ്പ് അനൗൺസ് ചെയ്തിട്ടുള്ള
ഏറ്റവും പുതുപുത്തൻ വണ്ടിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടിയാണ് ആ വാഹനം. അതെ, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടി കൊണ്ടുവരാൻ പോകുന്ന ഒരു വാഹനത്തെ പറ്റിയുള്ള ഏറ്റവും പുത്തൻ വാർത്തകൾ വന്നു. സംഭവം ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നു. വണ്ടി നമ്മുടെ ഗാരേജിനകത്ത് കിടക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ വണ്ടി. അത് ഏത് വണ്ടിയാണ് എന്ന് കണ്ടെത്താനും ആലോചിക്കാനും മെസ്സേജുകൾ അയക്കാനുള്ള പാട്ട് സമയമാണ് ഇനി വരാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ട് തുറക്കുമ്പോൾ ഞങ്ങൾ താക്കോലിട്ട്, അതായത് താഴൊക്കെ തുറന്ന് ഗാരേജിന്റെ ഷട്ടർ മെല്ലെ രണ്ടറ്റത്തും പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. റേഡിയോ ഗറാജ്. റേഡിയോ ഗാരേജിൽ നമ്മൾ നിസാന്റെ പുതിയൊരു വണ്ടിയാണ് ഗാരേജിന്റെ അകത്ത് കിടക്കുന്ന 3 വാഹനങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ. കൂടെ ഞങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും. അപ്പോൾ കെവിൻ ഉണ്ട് കൂടെ. കെവിൻ ഇന്ന് 3 വാഹനങ്ങളാണ് കൊണ്ടുവന്നുള്ളത് പറഞ്ഞു. ഏറ്റവും ആദ്യത്തെ വാഹനം നിസാന്റെ വണ്ടിയാണ്. ഏറ്റവും പുതുപുത്തനായിട്ട് നിസാൻ അനൗൺസ് ചെയ്തിട്ടുള്ള. ബുക്കിംഗ് തുടങ്ങിയില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം വണ്ടി ഏതാണെന്ന് പറയണമല്ലോ. എന്താണ് കെവിൻ നിസാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള വാഹന പ്രേമികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിസാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ആക്ച്വലി നിസാൻ ഒരു പുതിയ ലേറ്റസ്റ്റ് ഓഫറിംഗ് ആണ് നിസാന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ നിസാന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പുതുപുത്തൻ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നവരല്ല. കാരണം നിസാൻ അങ്ങനെ പുതുപുത്തൻ വാർത്ത പറയാറില്ല. നിസാനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഉപമിക്കാൻ പറ്റുന്നത് ചില രാഷ്ട്രീയ നേതാക്കളെ പോലെയാണ്. രാഷ്ട്രീയ നേതാക്കളും നിസാനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ചെറിയ ബന്ധം. അതൊരു വല്ലാത്ത ബന്ധമായിരിക്കും. അതെന്താണ് ഞങ്ങൾക്ക് അറിയണം. അത് അതൊരു ബന്ധം തന്നെയാണ്. നിസാൻ ഇപ്പോൾ ഉള്ളത് മാഗ്നറ്റ് എന്ന് പറഞ്ഞ ഒറ്റ വാഹനം വെച്ചാണ് നിസാൻ ഇന്ത്യയിൽ സർവൈവ് ചെയ്യുന്നത്. അതെ, മാഗ്നറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സല്യൂട്ട് തന്നെ കൊടുക്കണം. ആ ഒറ്റ വാഹനം വെച്ചിട്ട് ഇന്ത്യയിൽ ഒരു 4-5 വർഷം പിടിച്ചു നിൽക്കാൻ ഒരു വണ്ടിയുമായി വേറെ ഇത് തന്നെയാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ നിസാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റിനെ ഒന്ന് ഞങ്ങളിവിടെ പോയിട്ടില്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഇവന്റ്സ് ഒക്കെ നടത്താറുണ്ട്. വലിയ ഇവന്റ് നടത്തും. അതെ. അപ്പം ഒരു 2 വർഷം മുന്നേ അവരൊരു ഇവന്റ് നടത്തി. അത് ചെന്നൈ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇന്റർനാഷണൽ കുറച്ച് മോഡൽസ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഇല്ലാത്ത കുറച്ച് മോഡൽസ്. ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ ഇത് കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു വലിയൊരു ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ കൊണ്ടുവരും എന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് വലിയ പരിപാടി നടത്തി. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനമായിരുന്നു. ഇന്ത്യയിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പറ്റത്തില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയക്കാരെ പോലെ ചില വാഗ്ദാനങ്ങളൊക്കെ തരും. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോ ചില രാഷ്ട്രീയക്കാർ പ്രകടന പത്രിക ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിയുമ്പോൾ അത് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് നിസാനെ കണക്ട് ചെയ്യും. 2 വർഷം മുന്നേ പറഞ്ഞൊരു സാധനം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഞാൻ ഓർക്കണേ, നിസാനും ചില രാഷ്ട്രീയക്കാരും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ആള് കെവിൻ ആയിരിക്കും. ആ ക്രെഡിറ്റ് കെവിൻ ഒറ്റയ്ക്ക് എടുക്കും. ഓക്കെ. അപ്പോ അതുപോലെ നിസാൻ പല പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ മാത്രമായി പോയ അല്ലെങ്കിൽ ഇവന്റിൽ മാത്രമായി പോയ കമ്പനി എന്ന ചെറിയ ചീത്തപ്പേരുണ്ടെങ്കിലും ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്താണ്? ആ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം റോട്ടിലേക്ക് വരുമോ? നിരത്തുകളിൽ കാണാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് അത് നിരത്തിലേക്ക് കാണണം. കാര്യം നിസാൻ ഇനിയിപ്പോൾ അടുത്ത ഒരു മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചില്ല എങ്കിൽ ഭയങ്കര ഒരു ഡൗൺഫാളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മോഡൽ വെച്ച് ഒരിക്കലും ഒരു ബ്രാൻഡിനും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ മറ്റ് ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ നിരവധി മോഡൽസ് ആണ് ഉള്ളത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിസാൻ ഇപ്പോൾ മാഗ്നേറ്റ് കൊണ്ടാണ് റൺ ചെയ്യുന്നത്. അതിനൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്ത് ഇറക്കിയെങ്കിൽ പോലും അവർക്ക് ഫ്യൂച്ചറിലേക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ മറ്റു മോഡൽസ് അവതരിപ്പിക്കണം. സോ അതിനിപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനം ക്രെറ്റ സെഗ്മെന്റിലേക്കാണ്. അതായത് നമ്മൾ വിക്ടോറിയസിന്റെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞു വിക്ടോറിയസും ആ ഒരു ക്രെറ്റ സെഗ്മെന്റിലേക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രെറ്റ സെഗ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് അത്രയധികം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ്. നോർമലി സി സെഗ്മെന്റ് ആണ്, കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. അതിനെ നമ്മളിപ്പോൾ ക്രെറ്റ സെഗ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. ആ ഒരു സെഗ്മെന്റിലേക്ക് ഒരു പുതിയ വാഹനം വന്നാലും എല്ലാവരും പറയുന്നത് ക്രെറ്റ റൈവൽ വന്നു എന്നാണ്. അത് ആ ലെവലിലാണ് ക്രെറ്റ കളിക്കുന്നത്. വിക്ടോറിയസ് അതിനകത്തേക്ക് വന്നു. ഇനിയിപ്പോ നിസാൻ കൊണ്ടുവരാൻ പോകുന്നതും ആ കാറ്റഗറിയിലേക്കാണ്. ടെക്ടോൺ എന്നാണ് വാഹനത്തിന്റെ പേര്. ടെക്ടോൺ. അത് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി എന്താ ഇങ്ങനെ ചോദിക്കും. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ വണ്ടികൾക്ക് ഇടാൻ പറ്റുന്ന പേരാണോ ഇത് എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്ന തരത്തിലുള്ള ഒരു പേരാണ്. ആക്ച്വലി ഈ പേരിനൊരു അർത്ഥമുണ്ട്. ഇതൊരു ഗ്രീക്ക് ഒറിജിൻ വേർഡാണ്. ഗ്രീക്ക് വേർഡാണ്. ഓക്കെ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ആർക്കിടെക്ട്. സോ ഒരു ശില്പി അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്ന ഒരു എനിക്ക് വിക്ടോറിയസുമായിട്ടാണ് ഉപയോഗിക്കാൻ തോന്നുന്നത്. കാര്യം വിക്ടോറിയസ് ഒരു വിക്ടറി എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഒരു വിജയശില്പി ആകാൻ സാധ്യത ഉണ്ടാകും. എന്തായാലും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള പേരും പ്ലാനും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും നിസാൻ പുറത്തിറക്കാൻ പോകുന്ന പുതുതായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നിസാൻ പുറത്തിറക്കാൻ പോകുന്ന ടെക്ടോൺ ആണ് നമ്മളുടെ ഷട്ടറിന്റെ അകത്ത് കിടക്കുന്ന ഒരു വാഹനം. മെല്ലെ ടെക്ടോൺ
ഗാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന നേരമാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ടെക്ടോണിന്റെ മുഴുവൻ കഥകളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. റേഡിയോ ഗാരേജ് ആണ്. കൂടെയുള്ളത് കെവിനാണ്. കെവിന്റെ കൂടെ ഞാനും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ നേരമാണ്. റേഡിയോ ഗാരേജിൽ 3 വണ്ടികളുമായിട്ടാണ് നമ്മളുടെ പ്രിയപ്പെട്ട കെവിൻ, ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെവിൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഇട്ടു. വണ്ടിയുടെ പേര് ടെക്ടോൺ എന്നാണ്. നിസാൻ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വണ്ടി പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല. വണ്ടി പുറത്തിറങ്ങും 2026 ഏതാണ്ട് പാതിയോടെ പുറത്തിറങ്ങും എന്നാണ് നിസാൻ പറയുന്നത്. അതെ, 2026 മിഡ്, ഏകദേശം ഒരു മെയ് ജൂൺ സമയത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നിസാൻ അറിയിച്ചിരിക്കുന്നത്. നിസാൻ അവകാശപ്പെടുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസാൻ ഇങ്ങനെ അവകാശപ്പെട്ടിട്ട് ഇതിനു മുമ്പും പല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള അവരാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ് കെവിൻ? ഞാൻ ഈ വണ്ടിയുടെ പടം കാണുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ലക്കി ഭാസ്കറിലേക്ക് പോകേണ്ടി വരും. ലക്കി ഭാസ്കറിൽ പെട്രോൾ ദുൽഖർ വണ്ടി വളരെയധികം ഓടിച്ചു നടന്ന വണ്ടിയാണ്. അപ്പോ എന്തായാലും വാഹനത്തിന്റെ പ്രത്യേകതകൾ, വാഹനം എന്ത്, എങ്ങനെ, എവിടെ, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാൻ എല്ലാവരെയും പോലെ എനിക്കും ആകാംക്ഷയുണ്ട് കേട്ടോ. അപ്പോ എന്താണ് കെവിൻ, എന്താണ് നിസാൻ ടെക്ടോൺ? നിസാൻ ടെക്ടോൺ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു C സെഗ്മെന്റ്, കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഒരു വാഹനം തന്നെയാണ്. ശരി. സോ വാഹനത്തിന് ജസ്റ്റ് ഒരു സ്പൈ ഇമേജ് അല്ലെങ്കിൽ ഒരു ചെറിയ ലീക്കിംഗ് ഇമേജ് മാത്രമേ അവർ പുറത്തു വിട്ടിട്ടുള്ളൂ. സോ നമ്മുടെ ഒരു അസംഷൻ നോക്കുകയാണെങ്കിൽ ഒരു 10 to 20 lakhs ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത് വരാൻ സാധ്യത സെഗ്മെന്റ് ആകുമ്പോൾ അങ്ങനെ തന്നെ വന്നാലാണല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് മാത്രമാണ് നമുക്കിപ്പം നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. 1-2 പടങ്ങളും പിന്നെ ഈ ഒരു കുറച്ച് ഇൻഫർമേഷൻ മാത്രം അവരും പുറത്ത് വിട്ടിട്ടുള്ളൂ. പടങ്ങൾ എന്ന് പറയുമ്പോഴും ഫ്രണ്ടിലും ബാക്കിലും ചെറിയ ഒരു ഇമേജ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കാണുമ്പോഴേ കെവിനെ പോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഈ 2 ഇമേജ് കാണുമ്പോഴും നമ്മൾ വീണ്ടും ലക്കി ഭാസ്കറിലേക്ക് പോകണം. ലക്കി ഭാസ്കറിലെ നിസാൻ പാട്രോൾ ഇത്തിരി പഴയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2025 പാട്രോളുമായിട്ടൊക്കെ ചെറുതായിട്ടൊരു പാട്രോളിന്റെ അനിയനോ അതെ, ഒരു ജൂനിയർ പാട്രോൾ ആകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പോലും തോന്നിപ്പോകുന്ന വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും അവരുടെ ഒരു ഡിസൈൻ സ്ട്രാറ്റജി. ഇന്ത്യയിൽ എന്തായാലും പാട്രോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്തതില്ല. ആൻഡ് ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളുടെ ഡിസൈൻ സ്റ്റണ്ണിംഗ് ഡിസൈൻ ആണ്. ഓക്കെ, ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഡിസൈനാണ്. എവിടെ കണ്ടാലും വണ്ടി നോക്കി പോകുന്ന തരത്തിലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം നിസാന് പുറത്തിറക്കിയേ മതിയാകുള്ളൂ. വണ്ടിയുടെ പടം കണ്ടപ്പോൾ മുതൽ ഇപ്പോൾ ഗൂഗിളിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ 1-2 ഇമേജ് അവിടെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലൊരു വണ്ടി വന്നാൽ പൊളിക്കും. മേ ബി AI ജനറേറ്റഡ് ഇമേജസ് പോലും നമുക്ക് കാണാം. ഫുള്ളിയായിട്ടുള്ള ഒരു വാഹനത്തിന്റെ കാണാനായിട്ട് സാധിക്കും. അതെ, അപ്പൊ ഇങ്ങനെ ഒരു വണ്ടി വന്നാൽ പൊളിക്കും എന്നൊക്കെ, പൊളിക്കും ഉദ്ദേശിച്ചത് കലക്കും, അടിപൊളിയാകും എന്നൊക്കെ രീതിയിലുള്ള കമന്റുകൾ പലയിടത്തും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്ന ആരും അങ്ങനെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്നായിരിക്കും ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്തരം വിവരങ്ങളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല, നമുക്കും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനത്തെ വിവരങ്ങൾ ആദ്യം കിട്ടുന്ന 10 പേരിൽ കെവിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളത് റേഡിയോയിലൂടെ എല്ലാവരും അറിയിക്കും എപ്പോൾ ബുക്കിംഗ് തുടങ്ങും എന്നുള്ളത്. ഐ തിങ്ക് റേഡിയോയിലൂടെ ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ആദ്യം നമ്മളായിരിക്കും. അതെ, അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിസാൻ ടെക്ടോൺ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വൻ സംഭവമായിരിക്കും. ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് കെവിൻ എന്നാണ്. കെവിനെ ഞാനിവിടെ നമ്മൾ തമ്മിൽ കണ്ട് നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ മുതൽ കെവിൻ കൊണ്ടു നടക്കുന്നതെല്ലാം നിസാൻ വാഹനങ്ങളാണ് അല്ലേ? നിസാനും കെവിനും തമ്മിലുള്ള ബന്ധം എന്താണ്? നിസാനും കെവിനും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റ് ആണ്, നിസാന്റെ മാഗ്നറ്റ് ആണ്. നിസാൻ തന്നിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഓരോരുത്തർ പറയുള്ളൂ, ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്, എന്റെ കാർ ഇതാണ്, അതൊക്കെ നമ്മളുടെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. പക്ഷെ കെവിൻ അങ്ങനെയല്ല. കമ്പനി കെവിന് തന്നിട്ട് ഇന്ന് ഇത് ഓടിച്ചു നോക്കൂ, ഇത് എങ്ങനെയുണ്ടെന്ന് പറയൂ, ഇതിന്റെ 2 കുറ്റം പറയൂ, അല്ലെങ്കിൽ 2 നല്ലത് പറയൂ എന്നൊക്കെ പറഞ്ഞ് തന്നു വിടുന്നതാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലായിട്ട് കൈ കിട്ടിയിട്ടുള്ള വണ്ടി നിസാൻ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് അത്യാവശ്യം ഓടിച്ച് തഴക്കവും പഴക്കവും വന്ന ആളെന്ന നിലയ്ക്ക് കെവിൻ ഒരുപാട് കാര്യങ്ങൾ മാഗ്നറ്റിനെ പറ്റി പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. ആക്ച്വലി ഒരു 6 മാസത്തോളമായി ഇപ്പോൾ വാഹനം യൂസ് ചെയ്യുന്നു. ഒരു മാഗ്നറ്റിന്റെ കയ്യിലിരിക്കുന്നു. അപ്പോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റ് വരും എപ്പിസോഡിൽ ആക്ച്വലി ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് ടൈം എക്സ്പീരിയൻസും ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മളുടെ ഷട്ടറിനകത്തേക്ക്. തൽക്കാലം നമ്മളിപ്പോൾ പാട്ടിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ഇപ്പോ 3 വണ്ടികളാണ് ഗാരേജിന്റെ അകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഒരെണ്ണം ടെക്ടോൺ ആയിരുന്നു. ഇനി അടുത്തത് ഏത് വണ്ടിയാണ്? ഇതിൽ ക്ലൂ പറയാനുണ്ടോ? അടുത്തത് ഒരു ഇമ്പോർട്ടഡ് വാഹനമാണ്. ഇമ്പോർട്ടഡ് വണ്ടിയാണ്. 100 യൂണിറ്റുകൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. 100? ഓ, അതൊരു അത്യാവശ്യം നല്ല ഒരു കലക്കൻ സെഗ്മെന്റ് തന്നെയായിരിക്കും. സ്കോഡയിൽ നിന്ന് ഏറ്റവും പുതുതായിട്ട് നാട്ടിലെത്താൻ പോകുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ? അത്ര ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ആലോചിക്കാനുള്ള പാട്ട് നേരം വരുന്നുണ്ട്. റേഡിയോയിൽ നല്ല പാട്ടുകളാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM.
89.6 FM സർഗക്ഷേത്ര. Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജ് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ 3 വണ്ടികളുമായിട്ട് തുടങ്ങിയ ഗാരേജിന്റെ യാത്രയാണ്. ഒരു വണ്ടി നമ്മൾ ഇതിനകം പുറത്തിറക്കി കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്കോഡയുടെ ഒരു ഇമ്പോർട്ടഡ് വണ്ടിയാണ് പുറത്തിറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും പോലെ ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഗാരേജിന്റെ അകത്ത് മൂടിയിട്ടിരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടഡ് വാഹനം ഏതാണെന്ന് അറിയാൻ വേണ്ടി. ഇനി കെവിൻ തന്നെ പറഞ്ഞാൽ മതിയാകൂ, ഏതാണ് വണ്ടി? അത് സ്കോഡയുടെ ഒക്ടാവിയ RS ആണ്. ഒക്ടാവിയ RS. ഓക്കെ, 100 യൂണിറ്റുകൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാകുകയുള്ളൂ. 100 യൂണിറ്റ് ഇന്ത്യയിലേക്ക് ആകെ 100 വാഹനങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവും. അതായത് CBU യൂണിറ്റ് ആയിട്ടാണ് വാഹനം ഇന്ത്യയിലേക്ക് വരുന്നത്. കംപ്ലീറ്റ്ലി ബിൽറ്റ് ഇൻ. ഓക്കെ, സോ അതൊരു ഇന്റർനാഷണൽ സ്പെക് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും. അതുകൊണ്ട് 100 വാഹനങ്ങൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയ്ക്ക് ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഓൾറെഡി സോൾഡ് ഔട്ട് ആയി കാണും. എല്ലാം സോൾഡ് ഔട്ട് ആകാനുള്ള എല്ലാ സാധ്യതയും. ഇത് കെവിൻ, ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാൾ മുൻപ് ഇതുപോലെ 100 വണ്ടി പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് അതിന്റെ പ്രീ ബുക്കിംഗ് ആദ്യം തുടങ്ങി. പ്രീ ബുക്കിംഗ് തുടങ്ങി വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ കംപ്ലീറ്റ് വണ്ടി ബുക്ക്ഡ് ആയി പോയി. അതിൽ ഏറ്റവും കൂടുതൽ വാഹനം വാങ്ങിയവർ മലയാളികളായിരുന്നു. ഏത് വണ്ടിയെ പറ്റിയാണ് പറയുന്നത് മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഫോക്സ് വാഗന്റെ ഗോൾഫ് GTI നാട്ടിലേക്ക് എത്തിയ കഥകളാണ്. നമുക്ക് പരിചയമുള്ള പലരും, നമുക്ക് പരിചയം ഉദ്ദേശിച്ചത് സിനിമയിലൂടെ നമുക്ക് പരിചയമുള്ള പലരും ആ വണ്ടി എടുത്ത് കഴിഞ്ഞു. അതിന്റെ ഏറ്റവും, അതായത് ഇന്ത്യയിലേക്ക് 100 വണ്ടി കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വണ്ടി എടുത്തത് മലയാളികളാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഏറെക്കുറെ ഇത് ആ ട്രാക്കിലായിരിക്കില്ലേ? ആയിരിക്കണം. ബിക്കോസ് സ്കോഡ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങൾക്ക് ജർമ്മന അല്ലിയോട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ ഡയലോഗ് ഈ ഒരു വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജർമ്മൻ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ സ്കോഡ വോക്സ് വാഗൻ രണ്ടും ഒരു കമ്പനി തന്നെയാണ്. അതെ, സ്കോഡ വോക്സ് വാഗൻ വാഹനങ്ങൾക്ക് കേരളത്തിൽ അന്നും ഇന്നും ഡിമാൻഡ്, നല്ല ഡിമാൻഡാണ്. എങ്ങനെയാണെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു ഇഷ്ടം, ഒരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ ഈ 100 വണ്ടി എന്ന് പറയുമ്പോൾ അത് കുറച്ചു കാലം കഴിഞ്ഞാലും 100 വണ്ടി തന്നെയാണല്ലോ. അതിനകത്ത് ഒരു 300 വണ്ടിയും കൂടി വിറ്റേക്കാമെന്ന് വിചാരിച്ച് അവർ കൊണ്ടുവരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആദ്യത്തെ വണ്ടി വാങ്ങിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമാക്കിയ ആളുകളുണ്ട്. ആക്ച്വലി അതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉള്ളത്, വാഹനങ്ങൾ എപ്പോഴും ഡിപ്രിഷിയേറ്റിംഗ് അസറ്റിൽ ഉൾപ്പെടുന്ന ഒരു വാഹനമാണ്. എന്നാൽ ഈ ഒരു ഇങ്ങനത്തെ ഇമ്പോർട്ടഡ് വാഹനങ്ങൾ മാത്രമാണ് അപ്രിസിയേഷൻ വരുന്നത്. സോ ഇതൊരു ലിമിറ്റഡ് യൂണിറ്റുകളാണ്. ഈ ഒരു വാഹനത്തിന് ചിലപ്പോൾ ഇതിൽ കൂടുതൽ വില, മോഹവില എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലേ? ഇതിപ്പോ നമ്മൾ ഇടുന്നതാണ് വില. അതെ, കാരണം ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരുടെ വീടിന്റെ പാർക്കിങ്ങിൽ കിടക്കില്ല, എല്ലാ ഗാരേജിലും ഇത് ഉണ്ടാകില്ല. അതായത് കെവിൻ, ഇപ്പോ കുറച്ച് നാൾ മുൻപ് നമ്മളുടെ നിരത്തുകളിൽ ഒക്ടാവിയ ചീറിപ്പാഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും പലരുടെയും കയ്യിൽ ഒക്ടാവിയ ഇരിക്കുന്നുണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെ കയ്യിൽ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒക്ടാവിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ വരാൻ പോകുന്നതിന്, അല്ലെങ്കിൽ തീർത്തും വ്യത്യാസമുള്ള വേറൊരു വണ്ടി ആയിരിക്കുമോ? വ്യത്യാസങ്ങളുണ്ട്. ആ സെയിം ഫാമിലിപ്പെട്ട കാർ തന്നെയാണ്, ആ കുടുംബത്തിലെ അംഗമാണ്. വ്യത്യാസങ്ങളുണ്ട്. വാഹനങ്ങൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ജനറേഷൻ അപ്ഡേറ്റ്സും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ സ്പെക്കിലുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഫീച്ചേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയായിരിക്കും ഒക്ടാവിയ. ഫീച്ചേഴ്സ്, ഓക്കെ, ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഒക്ടാവിയ ഇമ്പോർട്ടഡ് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് 100 മാത്രം തരാൻ പോകുന്നതിന്റെ ഫീച്ചേഴ്സ് എന്ന് അറിയാനാണ് എന്നെ പോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആകാംക്ഷ. ഇനിയിപ്പോൾ അതിലേക്കാണ് പോകാൻ പോകുന്നത്. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ 3 വാഹനങ്ങളുമായിട്ട് തുടങ്ങിയ യാത്രയാണ്. 2 വണ്ടികളാണ് നമ്മൾ പുറത്തേക്ക് ഇട്ടത്. 2 വണ്ടികൾ പുറത്തേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത് എത്തിയ വണ്ടിയാണ് ഇന്ത്യയിലേക്ക് 100 യൂണിറ്റ് മാത്രം തരുന്ന സ്കോഡയുടെ ഒക്ടാവിയ RS. അപ്പോ കെവിൻ, ഒക്ടാവിയ RSനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫോക്സ് വാഗന്റെ ഗോൾഫ് GTI പറ്റി ഒന്നുകൂടി പറയുവാണേ. അതായത് ഗോൾഫ് GTI പുറത്തിറങ്ങിയപ്പോൾ അതിന്റെ വില അത്യാവശ്യം ഇമ്പോർട്ടഡ് വണ്ടി ആയതുകൊണ്ടും ലിമിറ്റഡ് നമ്പറേ നാട്ടിലുള്ളൂ എന്നുള്ളത് കൊണ്ടും ഏതാണ്ട് 50 ലക്ഷം ഒക്കെയാണ് റേഞ്ച് വന്നത്. അപ്പോൾ ഏറെക്കുറെ സ്കോഡ ഒക്ടാവിയ RSന്റെ വില ഏത് റേഞ്ച് വരെ പോകാനാണ് സാധ്യത? ആക്ച്വലി ഇത് രണ്ടും ഒരു ഫാമിലിയിൽപ്പെട്ട വാഹനങ്ങളായതുകൊണ്ട്, ഒരു സ്കോഡ വോക്സ് വാഗൻ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം വില തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെ. സെയിം വില പ്രതീക്ഷിക്കാം, വേണമെങ്കിൽ ഇത്തിരി കൂടി കൂടിയേക്കാം. ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. GSTയുടെ ഒരു ഇംപ്ലിക്കേഷൻ നമുക്ക് വരുമ്പോൾ. എന്നാലും ഒരു 50 ലക്ഷം പെട്ടിക്കകത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വണ്ടിയെ പറ്റി ആലോചിക്കാൻ. പക്ഷേ 50 ലക്ഷം മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് വേറെ ലെവൽ. 100 പേർക്ക് ഇന്ത്യയിൽ അത് കിട്ടുള്ളൂ. നമ്മൾ കൈമാറി ഓടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ആകെ 100 പേർക്ക് ഇത് കിട്ടുള്ളൂ. അതൊരു വല്ലാത്ത ഫണ്ടാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് വണ്ടിയുടെ? ആക്ച്വലി ഈ വാഹനങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഫൺ ഫാക്ടർ, ഡ്രൈവിംഗ് ഫാക്ടർ തന്നെയായിരിക്കും. ഒരു 2 ലിറ്റർ എഞ്ചിനായിരിക്കും ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. സോ 265 HP പവറും 300
70 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഫൺ ആയിട്ടുള്ള വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും ഈ ഒരു വാഹനത്തിൽ സ്കോഡ കൊടുത്തിരിക്കുന്നത്. പവർ എന്നല്ല പവറേഷ് എന്നൊക്കെ വിളിക്കേണ്ടി വരും. ഇത് അവൻ നമ്മളെയും കൊണ്ടങ്ങ് പറക്കും. ആൻഡ് ഇത് സ്കോഡ ക്ലെയിം ചെയ്തിരിക്കുന്നത് 0 to 100 എടുക്കാനായിട്ട് 6.4 seconds മതി. 6.4. യെസ്. അതൊരു ഇത് എന്ത് വണ്ടിയാകും എന്നുള്ളത് ഞങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ കെവിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുക്കിംഗ് തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോ ഇത് ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം 2.5 ലക്ഷം അല്ലെ, 2.5 ലക്ഷം രൂപയാണ് ബുക്കിംഗ് ചാർജ് ആയിട്ട് വരുന്നത്. അത് കൊടുത്ത് ഓൾറെഡി എല്ലാ സ്ലോട്ടുകളും അടയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നത്തേക്ക് നാട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒക്ടോബർ പകുതിയോടുകൂടി നാട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബുക്കിംഗ് വേഗത്തിൽ തീരുന്നു, വണ്ടികൾ പുറപ്പെടുന്നു, ഇവിടെ എത്തുന്നു. അത്ര സമയമുള്ളൂ. ഒക്ടോബറിൽ എന്ന് പറഞ്ഞാൽ എത്തിപ്പോയി പരിപാടി. കെവിൻ, ഇപ്പോൾ നമ്മള് ഗോൾഫ് ഇറങ്ങിയതിനെ പറ്റി നേരത്തെയും പറഞ്ഞല്ലോ. അപ്പൊ ഗോൾഫ് ഇറങ്ങിയപ്പോൾ അതിനൊരു എക്സൈറ്റിംഗ് കളറായിട്ട് ഒരു മാറ്റ് ഫിനിഷ്, ഒരു പ്രത്യേക ഒരു കളർ വന്നു. ആ കളറിനായിരുന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതെനിക്ക് വേണം എന്നുള്ളൊരു ഒരു തല്ലുപിടുത്തം നടന്നത്. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഒക്ടാവിയ RS വരുമ്പോൾ അതിലങ്ങനെ ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവർ എടുത്തു കാണിക്കുന്ന ഒരു കളർ ഉണ്ടോ? യെസ്, ആക്ച്വലി 5 കളേഴ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും അവർ ബ്രോഷറിലും അവരുടെ വെബ്സൈറ്റിലും അവരുടെ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളർ ഗ്രീൻ ആണ്. ഗ്രീൻ, അതെ. ഓക്കെ. മിനി കൂപ്പർ, നമുക്ക് ആ പച്ച ഒരു മിനി കൂപ്പർ മനസ്സിലേക്ക് ആ ഒരു ഗ്രീൻ കളറാണ്. ഇത് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചത് നമ്മൾക്ക് രണ്ടുപേർക്കും വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ FM-ന്റെ കളർ തീം ഗ്രീൻ ആണ്. അപ്പോൾ ഗ്രീൻ കളർ ഒക്ടാവിയ RS ആരൊക്കെ എടുക്കും? ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ച് നമുക്കൊന്ന് നോക്കാട്ടോ. 5 കളർ ഇറങ്ങുന്നു. അപ്പോൾ ഓരോ യൂണിറ്റും ഓരോ കളറും ഒരു 20 യൂണിറ്റ് വീതം വരും എന്ന് വിചാരിച്ചു. അപ്പൊ ഗ്രീൻ 20 എണ്ണം വന്നു. അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ 20 ഗ്രീൻ വണ്ടി വന്നതിൽ എത്ര എണ്ണം മലയാളികൾ എടുത്തു? അത് എവിടെയൊക്കെ പോയി? അതിൽ കോട്ടയത്ത് വണ്ടി വരുമോ? ഇത്തരം ആലോചനകളായിരിക്കും ഇനി അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. ആ വണ്ടി, കോട്ടയത്ത് വരുന്ന വണ്ടി അല്ലെങ്കിൽ ഇടുക്കിയിലോ ആലപ്പുഴയിലോ എറണാകുളത്തൊക്കെ വരുന്ന വണ്ടി കോട്ടയത്തേക്ക് എത്തുമ്പോൾ നമുക്കൊന്ന് കാണണം. തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയത്ത് എനിക്കൊന്നൊരു 2-3 ഗോൾഫ് GT ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കളറിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും വന്നിരിക്കും. ഒക്ടാവിയ RS കോട്ടയത്ത് വരും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രവചനം. അത് സെറ്റ് ആകുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാൻ, അല്ലെങ്കിൽ അറിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ അടുത്ത് തന്നെ സംഭവം എത്തിക്കഴിയും. ഒക്ടാവിയ RS നമ്മുടെ നിരത്തുകളിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷമേ ഇനി ഈ 2 വണ്ടികളെ അകത്തേക്ക് കയറ്റിട്ട് നമ്മൾ ഒരു വണ്ടിയെ പുറത്തേക്ക് എടുക്കാനുള്ള സമയമല്ലേ. അത് ഏത് വണ്ടിയാണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ടുള്ള ക്ലൂ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പേര് പറഞ്ഞാൽ പെട്ടെന്ന് കണക്ട് ആവും. പേര് പറഞ്ഞില്ലെങ്കിലും നമുക്ക് അതിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞ് കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ വണ്ടിയാണ്. ആക്ച്വലി അതൊരു 2 വീലറാണ്. 2 വീലറാണ്. 2 4 വീലറിന് ശേഷം നമ്മളൊരു 2 വീലർ പുറത്തേക്ക് ഇറക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ വമ്പനായിരിക്കണമല്ലോ. യെസ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ 20 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 വീലറാണ്. അതിന്റെ 20ാം വാർഷിക ആഘോഷ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. യെസ്, അതെ. എന്തായാലും ഇത് അത്യാവശ്യം എല്ലാവർക്കും ആലോചിച്ച് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു വലിയ കാരണവും പ്രത്യേകതയും തന്നെയാണ്. 20 വർഷമായി നമ്മുടെ നിരത്തുകളിൽ ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 2 വീലർ അതേതാണ് എന്നുള്ളത് ആലോചിക്കാനുള്ള പാട്ട് നേരം വരുന്നുണ്ട്. റേഡിയോയിൽ നല്ല പാട്ടുകൾ വരുന്നുണ്ട്. ഇത് റേഡിയോ ഗാരേജ് ആണ്. ഗാരേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 2 പേർ ചേർന്നാണ്. ഒരാളുടെ പേര് കെവിൻ എന്നാണ്, വേറൊരാൾ വിനു ആണ്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ സമയമാണ്. നമ്മൾ 3 വാഹനങ്ങളുമായി പുറപ്പെട്ട ഗാരേജിന്റെ യാത്രയാണ് കേട്ടോ. 2 വണ്ടി അകത്തേക്ക് കയറ്റി കെവിൻ ഒരു വണ്ടിയെ പറ്റി ഒരു വലിയ ക്ലൂവും തന്നിട്ടാണ് പോയത്. 20 വർഷമായിട്ട് നമ്മുടെ നിരത്തുകളിൽ ചീറിപ്പായുന്ന ഒരു ഇരുചക്ര വാഹനം. എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. അതെ, പേര് പറഞ്ഞ എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് പേർ ഓടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ എനിക്കിതുണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മൂടിയിട്ടിരിക്കുന്ന വണ്ടി മെല്ലെ നമ്മൾ റോഡിലേക്ക്, ഗാരേജിന്റെ മുന്നിലേക്ക് ഇറക്കുവാണ്. യെസ്, അത് TVSന്റെ അപ്പാച്ചി സീരീസിൽ പെടുന്ന വാഹനങ്ങളാണ്. അപ്പാച്ചിയെ പറ്റി പറയാൻ അല്ലേ എല്ലാവർക്കും 1000 നാവായിരിക്കും. 20 അപ്പോൾ നമ്മളിത് പറഞ്ഞപ്പോഴായിരിക്കും എല്ലാവരും ആലോചിക്കുന്നത്, അപ്പാച്ചി വന്നിട്ട് 20 വർഷമായോ? ഇന്നലെ വന്നതുപോലെയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ പോലെ ആയിരുന്നല്ലോ അപ്പാച്ചി. 2005 ഫസ്റ്റ് അപ്പാച്ചി പുറത്തിറക്കുന്നത്. ആൻഡ് 2025 വരെ ആ ഒരു ലെഗസി, അതായത് 20 വർഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്, TVSന്റെ ഒരു ബ്രാൻഡാണ് അപ്പാച്ചി, അവർക്ക് മറ്റു പല മോഡൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ വൺ ഓഫ് ദി ബ്രാൻഡാണ് അപ്പാച്ചി. 20 വർഷം അതിന് ജീവൻ കൊടുത്ത് അതിനെ ഇവിടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം. വളരെ വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രത്തോളം മത്സരങ്ങളുടെ ലോകത്ത് വാഹനങ്ങൾ ദിനം പ്രതി ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമ്പോൾ TVS പോലത്തെ ഒരു ബ്രാൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ, ശരിക്കും അപ്പാച്ചി ഇറങ്ങിയപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞത്, TVS ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന വണ്ടികൾ നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, TVSന്റെ സ്കൂട്ടർ സീരീസുകൾ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിച്ചത്
90കളിലുള്ള ഒരുമാതിരി എല്ലാവരും വണ്ടി ഓടിക്കാൻ പഠിച്ചത് TVSന്റെ ഒക്കെ പല സ്കൂട്ടറുകളിലൊക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും ആ സ്കൂട്ടേഴ്സ് തന്നെയായിരിക്കും. പല കളറില് ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു സാധനം. അതെ, അതായത് ആ സമയത്ത് നിരത്തുകളിൽ ഇപ്പോൾ TVSന്റെ പെപ്പ് ആണെങ്കിലും പെപ്പ് പ്ലസ് ആണെങ്കിലും അങ്ങനെ സ്കൂട്ടറുകളുടെ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതെ, അല്ലെങ്കിൽ TVSന്റെ മറ്റു വണ്ടികൾ നമ്മൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും സ്റ്റാർ ഉണ്ട്, സ്റ്റാർ സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വിക്ടർ ഉണ്ട്. ഇങ്ങനത്തെ വണ്ടികളെല്ലാം ഇറക്കിക്കൊണ്ടിരുന്ന, അതായത് അത്യാവശ്യം കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഓടിക്കാൻ പറ്റുന്ന വണ്ടികൾ, എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. എന്നാലും കൂടുതൽ അങ്ങനത്തെ ഒരു ജനറേഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന TVS പെട്ടെന്ന് അപ്പാച്ചി പുറത്തിറക്കുമ്പോൾ എല്ലാവരും ഞെട്ടുപോണു. ഇത് ഞങ്ങളുടെ TVS അല്ല, ഞങ്ങളുടെ യൂത്ത് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വണ്ടി ഇറക്കിയപ്പോൾ കംപ്ലീറ്റ് പയ്യന്മാരും ആ വണ്ടിയുടെ പുറകിലായി എന്നുള്ളതാണ് അവർ ചെയ്ത വണ്ടിയുടെ പ്രത്യേകത. എനിക്ക് തോന്നുന്നതും ഇന്ത്യയിലെ ഒരു 2 വീലർ കൾച്ചർ ഇവോൾവ് ചെയ്യുന്ന ഒരു ടൈം കൂടായിരുന്നു ആ ഒരു സമയത്ത്. കോമ്പറ്റീറ്റർ ഒക്കെ നോക്കുന്ന സമയത്ത് പൾസർ ഒരു സ്ഥലത്ത് 150 ഒക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് കിടക്കുന്ന സമയത്തുനിന്ന് ഏത് വണ്ടി എടുത്തു, ഞാൻ അപ്പാച്ചി എടുത്തു പറയുമ്പോൾ ആദ്യം ഇങ്ങനെ വണ്ടി അറിയാത്തവർ അപ്പാച്ചിയോ വണ്ടി കണ്ടപ്പോൾ അയ്യോ ഇത് കൊള്ളാലോ, പൾസറിനൊപ്പം നിൽക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ അപ്പാച്ചിയുടെ മോഡലുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. അപ്പാച്ചിയിൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരുന്നു അല്ലേ? ആക്ച്വലി ഫസ്റ്റ് മോഡൽ ഇറങ്ങുന്നത് 2005 150. 2005. ഓക്കെ, ആ സമയത്ത് എനിക്കും കെവിനും ലൈസൻസ് ഇല്ലാതിരുന്നോണ്ട് നമ്മളപ്പോ ഓടിച്ചിട്ടില്ല. ആൻഡ് ദെൻ 2006 RTR 160 അവരിറക്കി. 2011 180 വിത്ത് ABS. അന്ന് ആ ഒരു ടൈമിൽ ABS ഇറക്കുന്ന ആദ്യത്തെ വണ്ടിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ശബ്ദം, നമ്മളിപ്പോ വണ്ടികളുടെ ശബ്ദമൊക്കെ ആ സമയത്ത് വളരെ ട്രെൻഡിങ് ആണല്ലോ, ഏത് വണ്ടിക്ക് എങ്ങനത്തെ ശബ്ദം. അതുകൊണ്ട് അപ്പാച്ചിയുടെ സൗണ്ട് പോലത്തെ ഒരു സൗണ്ട് വേറൊരു വണ്ടിക്കും കേട്ടിട്ടില്ല. നമ്മളിങ്ങനെ ഈ റേസിംഗിന്റെ ഒക്കെ ചില ടൈപ്പ് ഓഫ് വണ്ടികളിൽ നിന്ന് മാത്രം വരുന്ന ഒരു മോട്ടോർ ശബ്ദം ഉണ്ടല്ലോ, അത് മാത്രം വരുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ത്രോട്ട് കൊടുക്കുമ്പോൾ വരുന്ന ശബ്ദം പോലും ആളുകളെ വണ്ടി എടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പാച്ചി. യെസ്, ആൻഡ് റേസിംഗിന്റെ കാര്യം പറയുമ്പോൾ TVSന് റേസിംഗിന്റെ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെയുണ്ട്. അപ്പാച്ചി സീരീസിലാണ് ആ ഒരു റേസിംഗ് ഡിവിഷൻ. റേസിംഗ് DNA എന്നാണ് TVS അതിനെ പറയുന്നത്. ഐ തിങ്ക് നമുക്ക് അതിലേക്ക് വരാം, അതിനെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അപ്പാച്ചി സീരീസ് റേസിംഗുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ശരി. സോ 2016 അഗൈൻ 200 cc പോവുകയാണ്. 200 cc കാര്യങ്ങൾ എത്തി. അപ്പോ എനിക്ക് തോന്നുന്നു അതിന് മുൻപ് പൾസർ 150 180 200 220 ഒക്കെ അങ്ങനെ പൾസർ ആ സമയത്ത് നിരത്തുകളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പാച്ചി ഇപ്പുറത്ത് വളരെയധികം കലക്കൻ വണ്ടികളുമായിട്ട്, എനിക്ക് തോന്നുന്നു റേറ്റ് വെച്ച് നോക്കുമ്പോഴും പവർ വെച്ച് നോക്കുമ്പോഴും പൾസറിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന വണ്ടികൾ ആ സമയത്ത് ഇറക്കിയിരുന്നു. അതെ, അത് കാണാൻ വളരെയധികം ഡിസൈനിൽ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ശബ്ദമാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഓടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. നല്ലൊരു ഇംപ്രഷൻ തരുന്ന വണ്ടികളായിരുന്നു. ദെൻ 2017 310 310 cc ഒരു വാഹനം, RR 310. അത് വളരെയധികം ഒരു പിടിച്ചുകുലിക്കിയ ഒരു വാഹനമാണ്. ബിക്കോസ് അതായത് പൾസർ 220 വന്നപ്പം ഫ്രണ്ടിലൊരു കിറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇറക്കിയത്. ഇവർ നേരെ 310 പോയിട്ട് വളരെയധികം റേസിംഗ് എലമെന്റോട് കൂടിയിട്ടുള്ള ഒരു കിറ്റ് ആഡ് ചെയ്തിട്ട് RR 310 310 cc ഒരു വാഹനം ഇറക്കി. ആൻഡ് 2018 അഗെയിൻ 164 ഒരു അപ്ഡേറ്റഡ് വെർഷൻ, പ്രീവിയസ് വെർഷൻ ഒരു അപ്ഡേറ്റ് കൊടുത്തു. ശേഷം 2021 310 സീരീസിലുള്ള വാഹനത്തിന് അപ്ഡേറ്റ് കൊടുത്തു, BTO വെർഷൻ ഇറക്കി. ബിൽഡ് ടു ഓർഡർ. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആ വാഹനത്തിന്റെ കിറ്റിലുള്ള കളറും അതിന്റെ സ്പെക്സും നമുക്ക് അതായത് ഫാക്ടറിയിൽ നിന്ന് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓർഡർ കൊടുത്തിട്ട് ഏതാണ്ട് റോൾസ് റോയ്സിന്റെ ഒക്കെ ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ, അത് റേസ് സ്പെക് ആയിട്ട് നമുക്ക് സസ്പെൻഷനും അതിന്റെ ഹാൻഡ്ലിംഗ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. 2023 310 cc RTR, നമ്മൾ നേരത്തെ RR 310 ആണ് പറഞ്ഞത്, ഇത് RTR 310 ഒരു വെർഷൻ ഇറങ്ങി. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീറ്റിൽ വെന്റിലേഷൻ കൊടുത്തിട്ടുള്ള ഒരു വാഹനമായിരുന്നു. 2 വീലേഴ്സിൽ അങ്ങനെ വെന്റിലേഷൻ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ നിരത്തുകളിൽ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ കാറിലൊക്കെയാണ് വെന്റിലേഷൻ കണ്ടിട്ടുള്ളത്. അപ്പോഴും എനിക്ക് തോന്നുന്നു ഈ അപ്പാച്ചിയുടെ വിറ്റുവരവ് ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ചുള്ള എലമെന്റ്സ് അവർ കൊടുത്തുകൊണ്ടിരുന്നു വണ്ടിക്ക്. മോഡലുകൾ, പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നു. അഗൈൻ 2024 നേരത്തെ ഉണ്ടായിരുന്ന 160 ഒരു അപ്ഡേറ്റ് കൊടുത്തു. 2025 310 അഗൈൻ 310 ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തു. സോ വാഹനങ്ങൾ അങ്ങനെയാണ്, ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴും പ്രീവിയസ് മോഡലിന് എക്സിസ്റ്റിംഗ് മോഡലിന് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്ത് ഒന്ന് റിഫ്രഷ് ആക്കി ഇറക്കാറുണ്ട്. ആൻഡ് 2025 ആനിവേഴ്സറി എഡിഷൻ 20 വർഷം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ മുമ്പ് പറഞ്ഞ മോഡൽസിനെല്ലാം തന്നെ ഒരു ആനിവേഴ്സറി എഡിഷൻ ആയിട്ട് സ്പെഷ്യൽ എഡിഷൻ കൊടുത്തുകൊണ്ട് TVS ഒരു കളർ പാറ്റേണിലും ഒരു കളർ തീമിലും പുതിയ വാഹനങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അതാണ് 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് TVS അപ്പാച്ചിക്ക് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ തീം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകത, ഇതൊക്കെയാണ് ഇനിയിപ്പോ എല്ലാവർക്കും അറിയേണ്ടത്. ഓക്കെ, അപ്പൊ അതറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. റേഡിയോയിൽ നല്ല പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര.
Radio Garage. റേഡിയോ ഗ്യാരേജിന്റെ അകത്ത് നമ്മൾ 3 വണ്ടികളുമായിട്ട് തുടങ്ങിയ യാത്രയിൽ 3ാമത്തെ വാഹനവും പുറത്ത് കൊണ്ടുവന്ന് വളരെയധികം സന്തോഷത്തോടെ ആ വാഹനത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ പേര് TVS എന്നാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. ഇന്ത്യൻ ബ്രാൻഡാണ്. അതെ, നമ്മളുടെ സ്വന്തം ബ്രാൻഡാണ്. അത് 20 വർഷം മറ്റ് ബ്രാൻഡുകളുടെ കൂടെ മത്സരിച്ച് വിജയിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം നമ്മളുടെ കൂടി സന്തോഷമാണ്. അതെ, ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അപ്പാച്ചി ഓടിച്ചിട്ടുള്ള പലരും അടുത്തിരിക്കുന്നവരോട് പറയുന്നുണ്ടാവും, പണ്ട് അപ്പാച്ചി ആദ്യ മോഡൽ കൊണ്ടുവന്നപ്പോൾ മുതൽ ഞാനത് ഓടിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ഉണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് ഉണ്ടായിരുന്നു, അവിടെ വെച്ച് ഓടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല അപ്പാച്ചി കഥകളും നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ കെവിൻ ഓടിച്ചിട്ടില്ലേ? യെസ്, തീർച്ചയായിട്ടും. ഇത് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ലെഗസി, ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് എനിക്ക് പല പ്രാവശ്യവും ഇവരുടെ ടെസ്റ്റിംഗ് സെന്റർ ഉണ്ട് ഹൊസൂർ, അവിടെ പോകാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ കിടപ്പുണ്ട്. ഇനി അത് പറയട്ടെ. പിന്നെ TVS നമുക്ക് പല വാഹനങ്ങളും ലോഞ്ച് ആവുന്നതിന് മുന്നേ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോൾ വരാറുണ്ട്. എവിടെ വെച്ചായിരിക്കും അത് ടെസ്റ്റ് നടക്കാറ്? TVSന്റെ പ്ലാന്റ് ഹൊസൂറിലാണ്. ബാംഗ്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഹൊസൂർ. അപ്പോൾ അവിടെ അവർക്കൊരു വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് അവരൊരു പ്ലാന്റ് ഉള്ളത്. അവിടുന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം അവിടുന്ന് നടക്കുന്നവിടെയാണ്. അതിനകത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ട്രാക്ക് ഉണ്ട്, 2-3 ട്രാക്കുകളുണ്ട്. വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ട്രാക്ക് ഉണ്ട്. ആൻഡ് അവിടെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാനുള്ള ട്രാക്ക് ഉണ്ട്, അല്ലാതെ ഓടിക്കാനുള്ള ട്രാക്ക് ഉണ്ട്. സോ നമ്മൾ ജൂപ്പിറ്ററിന്റെ ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ RR310 RTR310 ഒക്കെ നമ്മൾ അവിടെ ഓടിച്ചിട്ടുണ്ട്. പല തവണ പോയി TVSന്റെ വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ്. അതായത് ഇപ്പോ TVSന്റെ വണ്ടികൾ ഉപയോഗിക്കുന്നതിന് മുൻപേ ഷോറൂമിൽ വണ്ടി എത്തുന്നതിന് മുമ്പേ ഓടിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത്ര ഒരു ബന്ധമുണ്ട്. നമ്മളവിടെ ഫാക്ടറിയിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് റൈഡിങ്ങിന്റെ അല്ലെങ്കിൽ ഡ്രൈവിന്റെ സെഷൻ ഉണ്ടാവും. അതിന് മുന്നേ തന്നെ ഇവർ ഫാക്ടറിയുടെ ഒരു ഓവർവ്യൂ നമുക്ക് തരും. അവിടെ എങ്ങനെയാണ് TVS എന്നുള്ള ആ ഒരു പേരും പണ്ട് എങ്ങനെയായിരുന്നു ട്രാൻസ്പോർട്ടേഷന്റെ ആ ഒരു അതിൻ്റെ ഒരു ഉത്ഭവം അല്ലെ അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് TVS ഫോം ആയതിൻ്റെ എല്ലാ ഹിസ്റ്ററിയും ലെഗസിയും ഉള്ള ഒരു ഡോക്യുമെന്റേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. നൈസ്. അതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടാണ്, അല്ലെ നമ്മളെ കാണിച്ച് മനസ്സിലാക്കിയിട്ടാണ് അടുത്ത പരിപാടികളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും അപ്പാച്ചി പണ്ട് മുതൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ TVS വണ്ടികൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുമായിട്ട് 20ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അപ്പാച്ചി എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം, എങ്ങനെയാണ് 20ാം വാർഷിക എഡിഷൻ എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു മോഡൽ വരുമോ, അല്ലെങ്കിൽ നിലവിലെ മോഡലുകളിൽ വ്യത്യാസം വരുമോ? ഏതൊക്കെ തരത്തിലായിരിക്കും ഒരു 20ാം വർഷത്തെ ആഘോഷം നടക്കാൻ പോകുന്നത്? ആക്ച്വലി നോർമലി എല്ലാ മാനുഫാക്ചേഴ്സും ചെയ്യുന്നത് 20ാമത്തെ വർഷം ഏതെങ്കിലും ഒരു പുതിയ മോഡൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മോഡലിന് ഒരു ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. TVSും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 20 വർഷത്തിൽ പുറത്തിറക്കിയിരിക്കുന്ന എല്ലാ മോഡൽസിനും, അതായത് അപ്പാച്ചി സീരീസിലെ എല്ലാ മോഡൽസിനും ഈ ആനിവേഴ്സറി കളർ എഡിഷൻ നമുക്ക് ലഭിക്കും. 20 വർഷമായി അപ്പാച്ചി മോഡൽ ഏതൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടോ ആ മോഡലിലെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡലിനും ആനിവേഴ്സറി കളർ എന്ന് പറഞ്ഞാൽ ഒരു കളർ കൊടുത്ത് വീണ്ടും പുറത്തിറക്കാൻ പോകുന്നു. ആ കളർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കളറാണ്. അത് കൊള്ളാം. എന്താണ് കളറിന്റെ പ്രത്യേകത? ആക്ച്വലി ഒരു സ്പെഷ്യൽ കളർ തീം പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഷാമ്പെയിൻ ഗോൾഡ് ലൈവറി എന്ന കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എല്ലാ മോഡൽസിനും കിട്ടും. അതായത് 160 കിട്ടും, 180 കിട്ടും, 200 കിട്ടും, RR310 RTR310 നമുക്ക് ലഭിക്കും. എല്ലാ മോഡലിലും കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ. അതാണ് മറ്റ് ബ്രാൻഡിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ 20 വർഷം അവരെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിർത്തിയ എല്ലാ മോഡൽസിനും ഈ ഒരു സ്പെഷ്യൽ ആനിവേഴ്സറി കളർ എഡിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അത് വാങ്ങി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു 20 വർഷത്തെ TVSന്റെ ചരിത്രവും മനസ്സിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം. ആ ഒരു സന്തോഷത്തിൽ വണ്ടി ഓടിക്കാം. അത് കാണുമ്പോൾ TVSന് ഒരു സന്തോഷമാണ് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ അപ്പാച്ചിയുടെ 20ാം വർഷത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു TVSന്റെ ഇപ്പോൾ അപ്പാച്ചി ആദ്യ സമയത്ത് RTR ഇറങ്ങിയ സമയത്തൊക്കെ പിള്ളേർ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം, അത് റാലിയിലൊക്കെ ഓടിക്കുന്ന വണ്ടിയുടെ ശബ്ദമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലത്തെ ശബ്ദങ്ങൾ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചില റേസിംഗ് ട്രാക്കുകളിൽ നമ്മൾ കേൾക്കാറുള്ളതാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു സമയമുണ്ട്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ടീമല്ല TVS ഇതുപോലെ റാലിയിൽ ഓടിക്കുന്ന ഒരു വിങ്ങും അവർക്കുണ്ടെന്ന്. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ്, എന്തൊക്കെയാണ്? പല വിദേശ റാലികളിൽ പോലും TVSന്റെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവരുടെ പരിപാടി? ആക്ച്വലി TVSന് റേസിംഗിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര മാസീവാണ്. മറ്റ് ഇന്ത്യൻ ബ്രാൻഡ്സ് ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ നമുക്ക് മീഡിയാസിന്, അതായത് മീഡിയ റേസിംഗ് പ്രോഗ്രാം പോയി അവർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ശരി ശരി. നമ്മൾ മീഡിയാസിന് അവര് ഒരു ഇൻവിറ്റേഷൻ തന്നിട്ട് നമുക്ക് പോയി റേസ് ചെയ്യാം. അത് മദ്രാസിലെ സർക്യൂട്ട് ഉണ്ട്. സോ അവിടെ ആയിരിക്കും റേസിംഗ് വെക്കുന്നത്. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും TVS ടേക്ക് കെയർ ചെയ്തോളും. സോ നമ്മൾ അവിടെ മീഡിയാസിന്റെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കപ്പ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹെൽത്തി കോമ്പറ്റീഷൻ ആണെങ്കിലും
കപ്പ് കിട്ടും, ജയിച്ച സമ്മാനം കിട്ടും. അതാണ്. സോ മീഡിയാസിനെ പോലും അങ്ങനെ ഒരു റേസിംഗിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് മറ്റ് ബ്രാൻഡ്സ് ഒന്നും എടുക്കാത്ത സമയത്ത് TVS എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റാലി ഉണ്ട്, ഡെക്കാർ റാലി. സൗദി അറേബ്യയിലെ മരുഭൂമിയിലാണ് നടക്കുന്നത്. സോ അതിൽ TVS പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആസ് എ ടീം. ഓക്കെ. സോ ഇന്ത്യൻ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഹീറോയും TVSഉം മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഡിജിറ്റൽ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിജിറ്റൽ മാപ്പ് ഇല്ല. അനലോഗ് മാപ്പാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അനലോഗ് മാപ്പ് വെച്ച് ഒരു റാലി, ഇതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇതൊരു 5 days അല്ലെ 6 days നീളുന്ന ഒരു റാലിയാണ്. ഇതിൽ ലോസ്റ്റ് ആവുകയാണെങ്കിൽ, ഐ മീൻ ഈ ഒരു മരുഭൂമിയാണ്, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ക്രാഷോ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഹെലികോപ്റ്റർ വന്നിട്ടാണ് നമ്മളെ പിക്ക് ചെയ്യുന്നത്, രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. കാരണം നമ്മൾ എവിടെ നിന്ന് വേറെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒരു ക്രാഷ് പറ്റിക്കഴിഞ്ഞാൽ വിത്തിൻ 5 minutesനുള്ളിൽ ഹെലികോപ്റ്റർ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. ഓക്കെ. ആൻഡ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളി റേസറാണ് TVSന് വേണ്ടിയിട്ട് മരുഭൂമിയിൽ വണ്ടി ഓടിക്കുന്നത്. യെസ്, ഹിസ് നെയിം ഈസ് ഹരിത് നോഹ. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഹരിത് നോഹ. അപ്പോൾ എന്തായാലും നമ്മൾ ഗാരേജിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കൊണ്ടുവരും. അതാണ്. ഓക്കെ. അപ്പൊ 20-ാം വർഷം അപ്പാച്ചി പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും അപ്പാച്ചികൾ വാങ്ങിക്കുന്നു, റോഡിലൂടെ ഓടിക്കുന്നു, അല്ലെങ്കിൽ TVS വാഹനങ്ങൾ കയ്യിലുള്ളവരെല്ലാം ആ ഒരു സന്തോഷത്തിൽ വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിൽ റേഡിയോ കേൾക്കുന്ന, 2-വീലറിലല്ല കേട്ടോ, കാറിൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു നേരമാണ്. എല്ലാവർക്കും സന്തോഷമായ സ്ഥിതിക്ക് റേഡിയോയിൽ നല്ല പാട്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ ഏറെക്കുറെ നമ്മുടെ സമയം തീരാറായിട്ടോ. അതായത് കെവിൻ, നമ്മൾ 3 വണ്ടിയായിട്ട് വന്നു. 3 വണ്ടികളും വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി. 3 വണ്ടികളും ഷട്ടറിനകത്തേക്ക് കയറ്റി ഷട്ടറുമില്ല താത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ സെഗ്മെന്റ്, ഇന്നത്തെ പരിപാടി തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളത് വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നമ്മൾ നിസാൻ പാട്രോളാണ് പരിപാടി തുടങ്ങുന്നത്. ലക്കി ഭാസ്കറിൽ ഇതുപോലെ ദുൽഖർ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഏതാണ് എന്നുള്ളത് എല്ലാവരും ആലോചിച്ചിരുന്ന ഇടത്ത് നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. അതിനുശേഷം പാട്രോൾ 2025 എഡിഷനിലേക്ക് കൊണ്ടുവന്നു. ഗൾഫ് രാജ്യങ്ങളിലല്ല, അല്ലെങ്കിൽ അറേബ്യൻ മണലാരണ്യങ്ങളിലെല്ലാം അതിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വണ്ടി തന്നെയാണ് നിസാൻ പാട്രോൾ. വീണ്ടും നമ്മൾ അറേബ്യൻ മണലാരണ്യത്തിലേക്ക് തിരിച്ചു പോകുകയാണ്. പരിപാടി തുടങ്ങുന്നതും തീരുന്നതും ഒരിടത്ത് വെച്ച് തന്നെയാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കെവിൻ പറഞ്ഞല്ലോ ഡെക്കാർ റാലിയെ പറ്റി. ഡെക്കാർ റാലിയിൽ TVSന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്, മലയാളികൾ ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ ഡെക്കാർ റാലിയെ പറ്റി ഒരു സമഗ്ര പഠനം നടത്തിയതിന്റെ പുതിയ പതിപ്പ് കെവിൻ ഇവിടെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗാരേജിന്റെ ഒരു ഫുൾ സെഗ്മെന്റിൽ കൊണ്ടുവരാൻ പാകത്തിനുള്ള കഥകൾ ഡെക്കാർ റാലിയിലുണ്ട്. യെസ്, തീർച്ചയായിട്ടും. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റേസിംഗ് തന്നെയാണ് ഡെക്കാർ. അതിൽ ഏറ്റവും എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഒരു മലയാളി അതിലുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ നാട്ടിൽ റേസിംഗിന് അത്ര വളരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ആൾക്കാർ അറിയേണ്ട ഒരു പ്രതിഭയായിരുന്നു ഹാരിത്. എനിക്ക് ഹാരിതിന്റെ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ആ സ്പോർട്സിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ചെയ്തതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ, ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഹാരിതിനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അത് മാത്രം പോരാ, ഡെക്കാർ റാലിയെ പറ്റി. ഇപ്പൊ ഡെക്കാർ റാലിയിൽ നമ്മൾ 2-വീലർ സെഗ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പൊ കെവിനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 2-വീലർ മാത്രമല്ല, മണലാരണ്യത്തിൽ ഏതൊക്കെ വണ്ടി കയറുമോ അതെല്ലാം കയറ്റും. ഏതൊക്കെ വണ്ടി കയറും? ബഗ്ഗി ഉണ്ട്, 4-വീലർ തന്നെ ബഗ്ഗി ഉണ്ട്, 4-വീലർ ബഗ്ഗി കാറ്റഗറി വണ്ടികൾ വരും. പിന്നെ ട്രക്ക് ഉണ്ട്. ട്രക്ക് എന്ന് പറഞ്ഞാൽ വലിയ ട്രക്കൊക്കെ ഈ മണലിൽ ഓടിച്ച് കയറ്റും. ശരി. ആൻഡ് ഏറ്റവും ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൽ ഡിജിറ്റൽ മാപ്പ് ഇല്ല, അനലോഗ് മാപ്പാണ്. സന്തോഷം. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് പോലും ഇപ്പോ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒക്കെ മാപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ പറഞ്ഞിരുന്ന ആ ഒരു ലെവലിൽ നിന്ന് പിന്നീട് നമ്മൾ ഗൂഗിൾ മാപ്പും അല്ലെങ്കിൽ അത്രത്തോളം നാവിഗേഷൻ സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ കടലാസ് പരിപാടികൾ വിട്ടതാണ്. വീണ്ടും നമ്മൾ അതിനകത്തേക്ക് പോകേണ്ടി വരും. അതെ, ഇത് റേസിന് മുന്നോടിയായിട്ട് ഒരു 1 hour മുന്നേ എന്താണ് ഇതിന്റെ മാപ്പ് കൊടുക്കുക. 1 മണിക്കൂർ മുമ്പ് മാപ്പ് തരും. ഈ മരുഭൂമിയിൽ നമ്മൾ ഓടിക്കണം. ഓക്കെ. ഈ മാപ്പും വെച്ച് മണ്ണിങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന മണ്ണിന്റെ ഉള്ളിലൂടെ 2-വീലർ ഓടിക്കണം. വളരെ എളുപ്പമുള്ള പരിപാടി അല്ലേ? സ്പെഷ്യലി ഡിസൈൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ഈ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ തന്നെയാണ്. പക്ഷെ ഭയങ്കര ചാലഞ്ചിങ് ആണ്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടാവും. ഇതിന്റെ ഇടയിൽ ചൂടുണ്ടാവും. പിന്നെ നമ്മൾ നാട്ടിലെ ഇപ്പൊ സർഗക്ഷേത്ര നമ്മൾ മാരത്തോൺ നടത്തുന്നവരാണ്. നമ്മുടെ മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോട്ടയത്തെ പ്രൊഫഷണൽ മാരത്തോൺ തുടങ്ങിയത് നമ്മളാണ്. അതിന്റെ അടുത്ത സീസൺ വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 400-300 മീറ്റർ ഇടയിൽ നമ്മൾ നാരങ്ങ വെള്ളവും അല്ലെങ്കിൽ റീഫ്രഷ്മെന്റ് അറേഞ്ച് ചെയ്യും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ലല്ലോ, മരുഭൂമിയാണല്ലോ. തുടങ്ങിയാൽ പിന്നെ നമ്മൾ എവിടെയെന്ന് നമുക്കോ സംഘാടകർക്കോ അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ, അല്ലേ? ആൻഡ് ഇതിൽ റൈഡ് ചെയ്യുന്ന റൈഡേഴ്സിന് എയർ ബാഗ് ഉള്ള
2 വീലേഴ്സിന് എയർ ബാഗ് ഉള്ള ജാക്കറ്റാണ് അവർ യൂസ് ചെയ്യുന്നത്. കാര്യം അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ടെറൈൻ ഭയങ്കര ഹോട്ടാണ്. ഇരുന്ന് ഓടിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. അതെ അതെ, നിന്ന് ഓടിക്കേണ്ടി വരും. ഇവിടെ ഫുട്ടേജ് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു അതിന്റെ കുറച്ച് ഫുട്ടേജ്. അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു റേസിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കെവിൻ, ഇത് കേൾക്കുന്തോറും അറിയാൻ ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഡക്കാർ റാലിയെ പറ്റി മാത്രമായിട്ട് ഒരു ഗാരേജ് സെറ്റ് ചെയ്താലോ? തീർച്ചയായിട്ടും. അതെ, ഹാരിത്തും ഡക്കാർ റാലിയുമായി ബന്ധപ്പെട്ട ഒരു റേഡിയോ ഗാരേജ് ഉടനെ തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇത് അത്രത്തോളം ചോദിച്ചറിയാനുണ്ട്. അറിയുന്തോറും എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോ തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ റേഡിയോ ഗാരേജിന്റെ ഷട്ടറും വലിയ താത്തുമാണ്. അടുത്ത ആഴ്ച കലക്കൻ വണ്ടികളുമായിട്ട് വീണ്ടും വരും. കെവിൻ എത്ര വണ്ടി ഇനി കൊണ്ടുവരാനിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച വരാൻ പോകുന്ന വാഹനങ്ങളെ പറ്റി വല്ല ക്ലൂ ഉണ്ടോ? ക്ലൂ വേണോ? അതായത് കെവിൻ, നമ്മൾ സാധാരണ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഗാരേജിനകത്ത് കയറ്റിയിട്ടുള്ള വണ്ടിയെ പറ്റി ക്ലൂ കൊടുത്താണല്ലോ പരിപാടി തുടങ്ങാറ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ ഏത് വണ്ടി കൊണ്ടുവരണം എന്ന് ഇഷ്ടം പോലെ മെസ്സേജുകൾ അയക്കാം. എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ചുള്ള വാഹനങ്ങളെല്ലാം മെസ്സേജുകളിലൂടെ ഞങ്ങളെ അറിയിച്ചോളൂ. അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന വണ്ടി ഉറപ്പായിട്ടും കെവിൻ കൊണ്ടുവരും. അതിനകത്ത് ഇഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുത്തൻ വണ്ടി മാത്രമല്ല കേട്ടോ. ചില സിനിമകളിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ട വണ്ടിയും, അല്ലെങ്കിൽ ചില പ്രത്യേക ഇടങ്ങളിൽ ഈ ബ്രാൻഡ് കൊള്ളാലോ, ഇതിനകത്ത് അധികം വണ്ടി ഇറങ്ങിയിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടല്ലോ. ആ ഇഷ്ടങ്ങൾ എന്തറിയിച്ചാലും അത് കെവിൻ കൊണ്ടുവരും. തീർച്ചയായിട്ടും കൊണ്ടുവരും. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഞാൻ പറഞ്ഞുതരാട്ടോ. 9188-352-896 9188-352-896. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വണ്ടികളുമായിട്ട്, കലക്കൻ വണ്ടികളുടെ കിടിലൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഗാരേജിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും വളരെ ഉത്തരവാദിത്തത്തോടും സേഫ്റ്റിയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് മാത്രം വാഹനങ്ങൾ ഓടിക്കുക. അപ്പോൾ എന്തായാലും 3 വണ്ടികളുമായിട്ട് ഇന്ന് ഗാരേജിൽ ഉടനീളം നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ആളുടെ പേര് കെവിൻ എന്നാണ്. കെവിൻ ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. കെവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുടെ പേര് വിനു എന്നാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.